ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടത് അവസാനമായിട്ട് ഒന്നേറുന്ന കപ്പിൾസിനെ അകറ്റാൻ നോക്കുന്ന ടോങ്ങിന്റെ നാടകമാണ്. അങ്ങനെ അതേപോലെ തന്നെ ഇവിടെ ആൻഷങ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവളെ കൂടെ ചെന്ന് സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന സിയാനാണ് ഇത് കണ്ടിട്ട് അവൾക്ക് നല്ലോണം വിഷമം വരും. കാരണം ഇവളുടെ കൂടെ കപ്പിൾസ് ആയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവളുടെ കൂടെ കുറച്ച് സമയം പോലും സ്പെൻഡ് ചെയ്യാൻ ആ ടോങ് സമ്മതിച്ചിട്ടില്ല. അതിനുശേഷം ഇവിടെ ആൻഷങ്ങും അവൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവന്റെ ഓഫീസാക്കിയിട്ട് അവിടെ നോമ്പരാണ്. ഇവൻ പോയ സമയം നോക്കി അവളുടെ ഇരിക്കുന്ന വിറ്റമിൻ ഗുളികയെല്ലാം മറ്റേ ഡിപ്രഷൻ എഴുതേക്കുന്ന ഒരു ബോട്ടിലിനകത്ത് ഇവളാ ഗുളിക മാറ്റി വയ്ക്കും. അപ്പോഴാണ് അവിടേക്ക് വയറുവേനായിട്ട് വരുന്ന സിയാന്റെ റൂംമേറ്റ് ഇതെല്ലാം കാണേണ്ടി വരും. അങ്ങനെ ടോങ് വിറ്റമിൻ ഗുളിക അതിനകത്ത് എടുത്തു വെച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് അകത്തേക്ക് വരുന്ന റൂംമേറ്റ് ഇത് മനസ്സിലാക്കിയിട്ട് നീ ആൾക്കാരെ പറ്റിക്കാണെന്ന് പറഞ്ഞ് അവൾക്ക് എന്തോ പിടി കിട്ടും. അതിനുശേഷം രാത്രി ഹോസ്റ്റലിലേക്ക് വരുന്ന സിയാനാണ് ഇവളുടെ റൂംമേറ്റ് വയ്യായിരിക്കുന്നിട്ട് ഇവളെ വിളിച്ചോണ്ട് പോലെ ആശുപത്രി പോകണം ചോദിക്കും. അങ്ങനെ സിയാനോട് അവൾക്ക് നല്ല വെറുപ്പുണ്ടെങ്കിലും സിയാൻ അതൊന്നും കണക്കാണിക്കാതെ ഇവളെ നല്ല ഫ്രണ്ടായിട്ട് അവൾ കണ്ടിട്ടുള്ളു. അങ്ങനെ അതുകൊണ്ട് സിയാനും ബാക്കിയെല്ലാരും വിളിച്ചോണ്ട് ഇവളെ ഇപ്പൊ ആശുപത്രിയിലേക്ക് വിളിച്ചോണ്ട് പോകും. അതിനുശേഷം ഡോക്ടറാണ് ഇവളുടെ വയറുവേദന കാരണം ക്ഷീണിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകും. അതിനുശേഷം സിയാനും അവള് വിടുന്ന ഇവളെ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സിനെ അങ്ങ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ളും സിയാനും അവളുടെ റൂംമേറ്റിന് വേണ്ടി അവിടെ തന്നെ കൂട്ടിന് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അടുത്ത ദിവസം എഴുന്നേറ്റ് വെക്കുന്ന റൂംമേറ്റും ഇവളെ വിളിച്ചുണർത്തുമ്പം സിയാൻ അടുത്തേക്ക് ചെന്നിട്ട് നിന്റെ പനിയൊക്കെ ഇപ്പൊ മാറിയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അതിനുശേഷം റൂംമേറ്റും എന്നെ സഹായിച്ചുകൊണ്ട് ഞാൻ താങ്ക്സ് ഒന്നും പറയത്തില്ലെന്ന് പറഞ്ഞ് അവളും കുറച്ച് ജാടയൊക്കെ ഇട്ടിരിക്കും. അതിനുശേഷം അവളും സിയാനോട് വിറ്റമിൻ ഗുളിക വാങ്ങിച്ചോണ്ട് വരാൻ പറയുമ്പോഴാണ് ഇവള് ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് അതേസമയം യാൻഷങ് ഇവള് ഫോൺ വിളിച്ച് എവിടാൻ ചോദിക്കുമ്പോൾ അവൾ ആശുപത്രിയിലാന്ന് പറഞ്ഞ ഉടനെ ഇവൻ അപ്പത്തന്നെ ഫോൺ കട്ട് ചെയ്ത് ഇവൾ ഏത് ആശുപത്രിയാന്ന് ചോദിച്ചു മനസ്സിലാക്കി പെട്ടെന്ന് അവിടേക്ക് ചെല്ലും. ഇത് കാണുന്ന ടോങ് ആണെങ്കിൽ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. കാരണം ഇവിടെ ഉള്ള സമയമെല്ലാം അവനോട് പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുക. അതേസമയം ഇവിടെ സിയാനാണ് ഇവള് ചോദിച്ച വിറ്റമിൻ സി ഗുളിക വാങ്ങിച്ചു കൊടുത്തിട്ട് വയറുവേനായിട്ട് നിനക്ക് എന്തിനാണ് ഈ ഗുളിക എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് റൂംമേറ്റും ഹെൽത്തി ആയിട്ടിരിക്കാൻ എല്ലാം കഴിക്കാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഗുളിക എടുത്ത് കൈവച്ചോണ്ട് സിയാനോട് പറയും ഈ കാലത്ത് എല്ലാ ഗുളികയും കാണാൻ ഒരേപോലെ ഉള്ളതെന്ന്. കാരണം ഇവൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ടോങ് കഴിക്കുന്ന ഗുളിക ഡിപ്രഷന്റെ ഒന്നല്ല, ഈ വിറ്റമിൻ ഗുളികയാണെന്ന്. അതുകൊണ്ട് ഈ വിറ്റമിൻ ഗുളികനകത്ത് VC എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ അതാ കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവിടേക്ക് ഓടിയെത്തുന്ന യാൻഷങ്ങാണ് ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിയിട്ട് ഇവൾക്ക് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് അവൻ ഭയങ്കര ടെൻഷനായിട്ടിരിക്കും. അപ്പോഴാണ് ഇവളും വയറുവേനയും പനിയൊന്നും എനിക്കല്ല എന്റെ റൂംമേറ്റിനാന്ന് പറഞ്ഞ് അവനെ സമാനപ്പെടാൻ വേണ്ടി പറയും. എന്നിട്ട് അവൾ അവനെ കളിയായിക്കൊണ്ട് നീ എന്നെ ഓർത്ത് വിഷമിച്ചിട്ടാണ് ഇത്ര സ്പീഡ് ഓടുന്നതെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവൻ നീ ആശുപത്രി എന്ന് പറഞ്ഞുകൊണ്ടല്ല എന്നോർത്ത് ഇത്ര വിഷമിച്ച് ഓടിയെന്ന് പറയും. അപ്പോഴാണ് അവളും ദേശത്തി നീ എല്ലാടാ പറയുന്ന മുമ്പ് ഫോൺ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നടന്നു പോകുമ്പം ഇവനാണ് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ നിന്റെ കൂടെ കറങ്ങാന്ന് പറഞ്ഞ് അവൾക്ക് വാക്ക് കൊടുക്കും. അങ്ങനെ ആ സന്തോഷത്തിൽ ഇവരിയ്ക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ടോങ് യാൻഷങ്ങിനെ ഫോൺ വിളിച്ച് അവൾക്ക് കൂട്ടിന് പാരില്ലാത്തതുകൊണ്ട് യാൻഷങ്ങിനെ ഒന്ന് കൂട്ടിന് വരാന്ന് വിളിക്കും. അതുകൊണ്ട് അവന് വിഷമിച്ച് അവൾക്ക് കൂട്ടിന് ഇപ്പൊ പോകണം എന്ന് പറയുമ്പം സിയാൻ എങ്കിൽ പിന്നെ ഞാനും കൂടാതെന്ന് പറഞ്ഞിട്ട് അവന്റെ ഒപ്പം തന്നെ പോകും. അപ്പോഴാണ് ടോങ് ഇവളെ കണ്ട ഉടനെ നീ എന്ത് ഇവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞ് അവളും തലവേദന എടുക്കുന്ന ഒരു ആക്ടിങ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് യാൻഷങ് വിശ്വസിച്ചിട്ട് നിനക്ക് ഗുളിക വല്ലതും വേണമെന്ന് പറഞ്ഞ് അവന് കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോകുമ്പം അതേസമയം ഇവളും ഡിപ്രഷൻ ഗുളിക എന്ന് പറഞ്ഞെടുക്കും. അപ്പോഴാണ് സിയാനും അവളുടെ റൂംമേറ്റ് കാണിച്ച പോലെ വിറ്റമിൻ ഗുളികക്കകത്ത് എഴുതിയ പോലെ VC ആയിട്ടേക്കെന്ന് പറഞ്ഞ് അവൾ ആലോചിക്കാൻ തുടങ്ങും. അതേസമയം ടോങ് മനഃപൂർവ്വം അവളുടെ ഗ്ലാസ് തറയെ പൊട്ടിക്കുമ്പോഴാണ് യാൻഷങ് ആണ് ഇവളുടെ കൈവല്ലം മുറിഞ്ഞെന്ന് പറഞ്ഞ് അവളെ ടേക്ക് കെയർ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന സിയാൻ കുറച്ച് ജലസായിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഈ കാര്യമൊക്കെ സിയാൻ അവളുടെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴാണ് ജിയാങ് ആണ് അവൾക്ക് ഇപ്പോഴും സംശയമുണ്ട് ഇവര് കപ്പിളായതിനു ശേഷം അവൾക്ക് ഇങ്ങനത്തെ അസുഖമൊക്കെ വന്നു തുടങ്ങിയെന്ന്. അതുകൊണ്ട് ഇതൊക്കെ ഫേക്കാന്ന് അവളും പറയുമ്പം സിയാനും മറ്റവളുടെ റൂംമേറ്റ് വാങ്ങിച്ച വിറ്റമിൻ സി ഗുളിക തന്നെ ടോങ്ങിന്റെ ഉള്ളെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് കൂട്ടുകാരാണ് ആ നാണില്ലാത്ത ഞാൻ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം സിയാനും നമുക്ക് സത്യം അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ കൂട്ടുകാരി എനിക്ക് ക്ലബ്ബിൽ കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് അവള് സോറി പറഞ്ഞിട്ട് അവിടെ നോക്കുമ്പം അവിടേക്ക് വരുന്ന ഷിയാണ് ടോങ് എവിടെ ഉള്ളതെന്ന് ഇവർക്കറിയാൻ ചോദിക്കും. അതിനുശേഷം സിയാനും അവൾ യാൻഷങ്ങിന്റെ ഓഫീസുണ്ടെന്ന് പറഞ്ഞ് അവനെ അങ്ങ് പറഞ്ഞേക്കും. അങ്ങനെ അതിനുശേഷം ഷിയും ഇവരെ കണ്ട് സംസാരിക്കുമ്പോഴാണ് യാൻഷങ്ങിനെ അറിയുന്ന മറ്റേ ഡോക്ടറിനെ ഇവൻ കണ്ട് സംസാരിച്ചായിരുന്നു പറയും. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പൊ ടോങ്ങിന്റെ റിപ്പോർട്ടാണെന്ന് ചോദിക്കുമ്പം ടോങ് ആണ് പേടിച്ചിട്ട് അവളുടെ അത് കളഞ്ഞു എന്നറിയും. അപ്പോഴാണ് യാൻഷങ്ങും എങ്കിൽ പിന്നെ അതിന്റെ കോപ്പി നമുക്ക് ഒന്നും കൂടെ ആശുപത്രിയിൽ നിന്ന് വാങ്ങിക്കാന്ന് പറയും. ഇതോടെ ടോങ് ആണ് മൊത്തത്തിൽ പേടിച്ചു പോയി ഇനിയിപ്പോ നോർമലാന്നുള്ള കാര്യം ഇവമാരറിഞ്ഞ സീനാന്ന് പറഞ്ഞ് അവളിപ്പോ അവളുടെ ബോഡിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ ഷീയാണ് ഇവളുടെ നല്ലതിന് വേണ്ടി അവളെ ആ ഡോക്ടറിനെ മാത്രം കാണാൻ പറയുമ്പം ഇവള് പെട്ടെന്ന് അങ്ങ് ചൂടാകും. അതിനുശേഷം അടുത്ത് യാൻഷങ് ഇരിക്കുന്നുണ്ട് വീണ്ടും പാവമായിട്ട് സംസാരിക്കുമ്പം അവന്മാരെങ്കിൽ പിന്നെ ഇവളെ ശല്യപ്പെടുത്തണം പറഞ്ഞ് തീരുമാനം എടുക്കും. അതിനുശേഷം ഷീയും അവൾക്ക് വേണ്ടി ഞാൻ ഡിപ്രഷന്റെ ഗുളിക വാങ്ങിച്ചാലെന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ തന്നെ ഓടിച്ചെല്ലും. ഇതേസമയം ഇവിടെ സിയാനും ജിയാനും കൂടെ ടോങ്ങിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷീ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിലേക്ക് വിളിച്ചെടുത്തേക്കുക. അതിനുശേഷം ഇവരും നമുക്ക് ചുമ്മാ ഒന്നിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞ് ടോങ്ങിനെ അവിടെ എടുത്ത് സംസാരിക്കുമ്പം അവളെ ഒരു സെക്കൻഡ് അകത്ത് ഓർഡർ ചെയ്യാൻ പറഞ്ഞയച്ചിട്ട് ഇവർ രണ്ടുപേരും ഇവളുടെ ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. കാരണം യഥാർത്ഥത്തിൽ ഇവള് ഡിപ്രഷന്റെ ഗുളികയാണ് കഴിക്കുന്നത്, അല്ല വിറ്റമിൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ സിയാൻ
പേടിച്ചാലും ജിയാൻ ഈ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്നറിഞ്ഞിട്ട് അവളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞ് അവൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം അത് വിറ്റമിൻ ഗുളികയായിരിക്കും. അങ്ങനെ സിയാൻ യാൻഷേനെ വിളിച്ച് ഈ കാര്യം പറയാന്ന് പറഞ്ഞിരിക്കുമ്പം ജിയാങ് ഫോണിൽ പറയണ്ട, അവനെ നേരിട്ട് തന്നെ ഈ സത്യത്തിൽ അറിയിപ്പിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ഓർഡർ ചെയ്തിട്ട് ടോങ് അവിടേക്ക് വരുമ്പോഴാണ് ഇവളുടെ ബാഗ് ജിയാന്റെ കയ്യിരിക്കുന്നുണ്ട്. അവളങ്ങ് പേടിച്ചു പോകും. അപ്പോഴാണ് ജിയാങ്ങും ഈ ബാഗ് കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇവൾ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ചോദിക്കും. അങ്ങനെ നൈസിന് അവളെ ടോപ്പിക്ക് മാറ്റുമ്പോൾ ടോങ് ആണ് നിങ്ങളെന്തിനാ ഒരു റീസൺ ഇല്ലാതെ എന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞ് സത്യത്തിൽ എന്തോ കാര്യം ചോദിക്കും. അപ്പോഴാണ് ജിയാങ്ങും സിയാനും എന്തായാലും ഒരാൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് യാൻഷങ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സ്റ്റാഫാണ് കോഫി വയ്ക്കണം എന്ന് പറഞ്ഞ് അറിയാതെ ടോങ്ങിന്റെ ബാഗിനകത്ത് അങ്ങ് ഒഴിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ അതൊക്കെ തുടച്ചളയാൻ നോക്കുമ്പോൾ ആ സ്റ്റാഫും ഈ ബാഗ് അവർ ക്ലീൻ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് അവിടെ ഓടിയെത്തുന്ന യാൻഷങ് ആണ് എന്നെ പെട്ടെന്ന് വിളിക്ക് എന്ത് എമർജൻസി എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ സിയാന് അവളെ കുറിച്ചുള്ള സത്യം അറിയാൻ വേണ്ടി ഇവനെ പിടിച്ച് ഇവിടെ ഇരുത്തും. അങ്ങനെ ടോങ് ഒന്നും മനസ്സിലാവാതിരിക്കുമ്പോഴാണ് ഇവളുടെ ബാഗ് ആ സ്റ്റാഫ് തിരിച്ചുകൊണ്ട് തന്ന ഉടനെ സിയാൻ ഇപ്പൊ തന്നെ ഇവളുടെ ബാഗിൽ നിന്ന് ഡിപ്രഷന്റെ ഗുളിക എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവർ രണ്ടുപേരും നിന്റെ ഇരിക്കുന്ന ഫേക്കായിട്ട് ഗുളിക അത് വിറ്റമിന്റെ ഗുളിക ഞങ്ങൾക്കറിയാന്ന് പറഞ്ഞ് ടോങ്ങിനെ കുറിച്ചുള്ള സത്യമെല്ലാം പറയുമ്പോൾ ടോങ്ങും പിടിച്ചിട്ട് അപ്പൊ ഞാൻ ചുമ്മാ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവളെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കം കൂടുമ്പോഴാണ് യാൻഷങ്ങും ഇവിടെ എന്തോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവനൊരു പിടിയില്ലാതിരിക്കും. അങ്ങനെ അതിനുശേഷം ജിയാങ്ങും അവളുടെ ബാഗ് തട്ടിപ്പറിച്ച് ഇവന്റെ തന്നെ ഗുളിക എടുത്ത് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ടോങ് ആണെ മൊത്തത്തിൽ ഇവിടെ പേടിച്ചുറച്ച് നിനക്ക് എന്നെ വിശ്വാസമില്ല യാൻഷങ് എന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണ് സിയാൻ എന്തായാലും ഇത്രമാത്രം പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് അവൻ ആ ഗുളിക എടുത്ത് നോക്കുമ്പോഴാണ് ആ സത്യത്തിൽ വിറ്റമിന്റെ ഗുളികയല്ല യഥാർത്ഥത്തെ ഡിപ്രഷന്റെ ഗുളികയുള്ള. അങ്ങനെ ആ കാര്യം അറിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഷോക്കായി ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഞെട്ടിപ്പോയിരിക്കും. കൂടാതെ ടോങ്ങും കൂടെ ഞെട്ടിപ്പോയിരിക്കുക. പക്ഷെ ഇവളുടെ ഭാഗത്ത് ഇപ്പൊ ശരിയാന്ന് പ്രൂവ് ആയത് ഉടനെ എനിക്ക് ഇപ്പൊ തന്നെ നെഞ്ചോയിൻ എടുക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നാടകം കളിച്ചോണ്ട് പോകും. അതിനേശ് യാൻഷങ്ങും നമുക്ക് ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ തന്നെ സമാനപ്പെടുത്താൻ വേണ്ടി പോകും. അതിനേശ് ഇവിടെ ജിയാങ് സിയാനും സത്യത്തെ ആ ഗുളിക എങ്ങനെ മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് അവർ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. അങ്ങനെ യാൻഷങ്ങും ടോങ്ങിന്റെ പുറകെ ചെന്ന് സമാനപ്പെടുത്താൻ നോക്കുമ്പോൾ സിയാനും പുറകെ തന്നെ ഇവരെ വാച്ച് ചെയ്തോണ്ടിരിക്കും. അതിനേശ് ഇവിടെ ടോങ്ങും എനിക്ക് നെഞ്ചിന് കുറച്ച് ഭാരമായിട്ട് ഫീൽ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇവനെ പുറത്ത് കറങ്ങാൻ വിളിക്കുമ്പോൾ സിയാനും പെട്ടെന്ന് ഓടിയെത്തി എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാന്ന് പറഞ്ഞിട്ട് അവള് സോറി പറയും ഇവൾ അറിയാതെ അങ്ങനെ ചെക്ക് ചെയ്തതിനൊക്കെ. അങ്ങനെ അവസാനം ഇവരെല്ലാം തീരുമാനിച്ച് ബീച്ചിലേക്ക് ചെല്ലുമ്പോഴാണ് സിയാനാണ് അവരുടെ ഒപ്പം തന്നെ നിൽക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ടോങ് അതിനെ സമ്മതിക്കാതെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് യാൻഷങ്ങായിട്ട് പോസ് ചെയ്യുമ്പോൾ സിയാനാണ് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഫോട്ടോ എടുത്താൻ കാണിക്കും. അതുകൊണ്ട് ടോങ്ങും ഇതിനകത്ത് ഞങ്ങൾ ഒരുമിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പോൾ സിയാനും രണ്ടോറെ ഫോട്ടോ ചോദിച്ചുള്ളൂ ഇതിനകത്ത് രണ്ടോറെ ഫോട്ടോ ഉണ്ട് ഇനിയിപ്പോ ഞാൻ യാൻഷങ്ങുള്ള ഒരൊറ്റ ഫോട്ടോ എടുക്കും ഏതിന് അവള് ടോങ്ങിനെ വെറുപ്പിച്ചോണ്ട് യാൻഷൻ ഇദ്ദേഹത്തെ ചാടിയൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. അങ്ങനെ ടോങ് യാൻഷങ്ങിനോട് അടുക്കാൻ നോക്കുമെന്ന് മനസ്സിലായതോടെ സിയാൻ അതിന് ഒറ്റ അവസരം പോയി നൽകത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കപ്പെട്ട് യാൻഷങ് ആയിരിക്കും എന്താണെന്ന് അറിയാതെ അവൻ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്. കാരണം ഒരു സൈഡ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് മറ്റേ സൈഡ് അവന്റെ ഗേൾ ഫ്രണ്ട് കൂടാതെ ടോങ്ങിന്റെ യഥാർത്ഥ സ്വഭാവം അറിയത്തോലില്ല. അതിനുശേഷം ടോങ്ങും മനപ്പുറം സിയാനെ വെറുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതിനുമ്പ് ഒരുമിച്ച് ഇതേപോലെ കറങ്ങിയ സ്ഥലമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞ് യാൻഷങ്ങോട് വയ്ക്കുമ്പോൾ അവനും കുറച്ച് പേടിച്ചിട്ട് അന്ന് നമ്മൾ മാത്രമല്ലായിരുന്നല്ലോ ഷിയും യുവാനൊക്കെ ഇല്ലായിരുന്നു എന്നിനെ സിയാനെ മനസ്സിലായി കൊടുക്കും. കാരണം ടോങ് സംസാരിക്കുന്നതൊക്കെ യാൻഷങ് മാത്രം ഇവളുടെ കൂടെ കറങ്ങിയതുപോലെ പക്ഷെ സത്യത്തിൽ അങ്ങനെയൊന്നല്ല. അതുകൊണ്ട് യാൻഷങ് അതെല്ലാം ക്ലിയർ ആക്കിയാൻ കൊടുക്കും. അതിനുശേഷം സിയാനും അവളുടെ സംസാരം നിർത്താൻ വേണ്ടി നിന്നെ ചിരിപ്പിക്കാൻ കുറച്ച് വീഡിയോസ് ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോണിൽ പ്ലേ ചെയ്ത് കൊടുക്കുമ്പോൾ യാൻഷങ്ങിന് ചിരി വന്നില്ലേ പോലും അവളുടെ കൂടെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കളന്ന് ടോങ് ആണ് വെറുത്തോയി നിനക്ക് ഇങ്ങനത്തെ കോമഡിയൊക്കെ ഇഷ്ടമാണ് യാൻഷങ് എന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ ഇടയ്ക്ക് അവനായിരിക്കും പാവം പെട്ടു വന്ന്. അതിനുശേഷം അവിടേക്ക് ഷീയും വന്ന ഉടനെ യാൻഷങ് അപ്പൊ തന്നെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സിയാനെ വിളിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകും. അതിനുശേഷം ഇത് മനസ്സിലാക്കുന്ന ടോങ് ആണ് വിഷമിച്ച് എങ്കിൽ പിന്നെ എനിക്ക് വയ്യ ഷീ എനിക്ക് ഇവിടെ നിന്ന് ശ്വാസം കിട്ടുന്നില്ല ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാ എന്നിന് അവളും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ഇതേക്കുന്ന ഷീയാണ് നിന്റെ നാടകം ഇതോടെ നിർത്തിക്കോ ടോങ് എന്ന് പറഞ്ഞിട്ട് അവളോട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയും. കാരണം ഇവനെല്ലാം സത്യം മനസ്സിലായി ഇവൾക്ക് ഡിപ്രഷൻ ഒന്നുമില്ല ചുമ്മാ യാൻഷങ്ങിനെ കിട്ടാൻ വേണ്ടി നാടകം കളിച്ചോണ്ടിരിക്കുവാന്ന്. കാരണം കുറച്ച് സമയം മുമ്പ് ഇവൾക്ക് അവൻ ഗുളിക എടുത്തോണ്ട് വന്നപ്പോ സിയാൻ അവളുടെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്ന ഇവൻ കേട്ട് കാണും. അതായത് റെസ്റ്റോറന്റ് വെച്ച് അവളെ ടെസ്റ്റ് ചെയ്യാൻ പോവാന്ന്. അങ്ങനെ അതുകൊണ്ടാണ് ഷീ ടോങ് നാണം കെടാതിരിക്കാൻ വേണ്ടി അവൻ അവിടുത്തെ സ്റ്റാഫിനോട് അവളുടെ ബാഗിനകത്ത് കോഫിയെ കഴിക്കാൻ പറഞ്ഞ് ഇവ വാങ്ങിച്ച ഗുളിക ആ വിറ്റമിന്റെ പേര് അവിടെ വയ്ക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് സത്യത്തിൽ ടോങ് യാൻഷന്റെ ഫ്രണ്ടിൽ കൊടുങ്ങാത്ത. അങ്ങനെ ഈ കാര്യമൊക്കെ ഷീയും പറയുമ്പം ടോങ് ആണ് പേടിച്ചിട്ട് നീ ഇത് യാൻഷങ്ങിനോട് പറയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ഇവനോട് കുറെ ചോദിച്ചു നോക്കും. അപ്പോഴാണ് അവനും ഞാൻ അല്ലേലും അവനോടൊന്നും പറയത്തില്ല പക്ഷെ നീ ഇന്നിങ്ങനെ നാടകം കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവൾ സിയാനാണ് യാൻഷങ്ങോട് സത്യം പറയും അവൾ യഥാർത്ഥത്തിൽ ടോങ്ങിന്റെ അടുത്ത് ആ വിറ്റമിന്റെ ഗുളിക കണ്ടെന്ന്. അല്ലാതെ ഞാൻ എന്തിനാ വെറുതെ അവളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവന് എന്റെ ഫ്രണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നീ പറഞ്ഞാൽ തന്നെ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ഇവള് പറയുന്നേക്കാൾ വിശ്വസിക്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തി അപ്പൊ തീർച്ചയായിട്ടും നിന്നെ വിശ്വസിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ എന്റെ ഗേൾ ഫ്രണ്ട് ഞാൻ വിശ്വസിക്കാതെ പിന്നെ ആര് വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ മൊത്തത്തിൽ അങ്ങ് വീഴ്ത്തും. അങ്ങനെ അതിനുശേഷം യാൻഷങ് ആണ് ടോങ്ങിന് ഡിപ്രഷനാന്ന് പറഞ്ഞ് അവളുടെ അച്ഛനോട് അങ്ങ് പറഞ്ഞു കൊടുക്കും.
അങ്ങനെ അതുകൊണ്ട് അവളുടെ അച്ഛനാണ് പേടിച്ചു പോയി ടോങ്ങിനെ ഫോൺ വിളിച്ചിട്ട് ഇവൾക്ക് ഇത് എന്താ പറ്റിയെന്ന് അറിഞ്ഞ് അവളിപ്പോ തന്നെ ആശുപത്രിയിലേക്ക് വിളിച്ചോണ്ടോന്ന് അറിയും. അങ്ങനെ അച്ഛൻ കുറെ പേടിച്ചിരിക്കുന്നുണ്ട്. ടോങ് എനിക്കൊരു വിഷമവും ഇല്ല, ഞാൻ ഫുൾ ഓക്കെ ആന്ന് അവളുടെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവളുടെ അച്ഛനെ സമ്മാനിച്ച് ഫോൺ കിട്ടിയവരാണ് അവിടേക്ക് വരുന്ന യാൻഷാണ്. അപ്പൊ സതി നീ ചുമ്മാ നാടകം കളിച്ചാണെന്ന് പറഞ്ഞിട്ട് അവന് കാര്യമെല്ലാം പിടികിട്ടും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.